ഹായ് ഹായ് ഓൾ. അപ്പോൾ നമസ്കാരം. ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? അപ്പോ തലതെറിച്ചവൻ രണ്ടാം ഭാഗത്തിന്റെ നായകനും വില്ലനുമാണ് ഇരിക്കുന്നത്. നായകൻ അലിൻ ജോസും വില്ലൻ ലോറൻസ് ജെസിൽ പെരേരയുമാണ്. അപ്പോൾ കൊള്ളാം, ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടും. തലതെറിച്ചവന്റെ സന്തോഷം ഞങ്ങൾ പറയുകയാണ്. അപ്പൊ ഞാൻ പറയാം ആദ്യം. അപ്പോ തലതെറിച്ചവന്റെ രണ്ടാം ഭാഗത്തെ ഇരുകയും നീട്ടി സ്നേഹിച്ച് വിജയിപ്പിച്ച് തെറി പറഞ്ഞ് എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. കുറ്റം പറഞ്ഞ് നല്ല പോസിറ്റീവ് കമന്റ്സും വൈറ്റ് കമന്റ്സും ഇട്ട ജനകോടി ലക്ഷം പ്രേക്ഷകർക്ക് നന്ദിയോടെ ഓർക്കുന്നു. ഒരു മൂന്നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടു. അപ്പോ തലതെറിച്ചവൻ 2 വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനി സന്തോഷ വാർത്ത പറയുന്നത് ഇതിന്റെ 3-ാം ഭാഗവും 4-ാം ഭാഗത്തിലും ലോറൻസ് പെരേര അഭിനയിക്കുന്നതായിരിക്കും. പോകുന്നുമ്പോ അപ്പോ 5-ാം ഭാഗവും 6-ാം ഭാഗവും വരെ ഞാൻ അഭിനയിക്കുന്നതായിട്ട്. എന്തിനെടുപ്പേ വല്ല വാഴക്കും കൊണ്ട് തടോട് ആ സാധനം വാഴയ്ക്ക് തടയിട്ടല്ലേ ആ വാഴ ആഴ്ചയിൽ കൊലയ്ക്കും. അപ്പോ അലിൻ ജോസ് പെരേരയുടെ 2024 തലതെറിച്ചവൻ കൊണ്ടുപോകുന്നു തന്നെ പറയാൻ പറ്റും. പോട്ട് തൊല്ല കേസാണ്. വാളി പുള്ളരാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല പറഞ്ഞോണ്ടിരുന്ന പിന്നെ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കും. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അപ്പൊ നമുക്കിനി തലതെറിച്ചവനിലെ വില്ലനായ ലോറൻസ് ജെസിൽ പെരേരയെ അലക്സാണ്ടറോട് വിശേഷങ്ങൾ ചോദിക്കാം. ഉത്തരം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഥാപാത്രം എങ്ങനെ താങ്കൾ ചെയ്തു? ഭയങ്കര വൈറലാണല്ലോ, പറഞ്ഞു. തലതെറിച്ചവൻ 2-ാം ഭാഗം വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരും. എവിടെ ഇനിയിപ്പോ ഇതിലും വല്ലതൊന്നും വരാനില്ലല്ലോ. 2-ാം ഭാഗത്തിലെ വില്ലനല്ലേ താങ്കൾ? അതെ. താങ്കളുടെ പേരെന്താണ്? പേര് അറിയാലോ. എന്താണ് പേര്? കുഞ്ഞോമത് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മട്ടാഞ്ചേരിയുടെ ഡയറക്ഷനും കഥയും എല്ലാം നല്ലതായതുകൊണ്ടാണ്. താങ്കൾക്ക് കടികട്ടിയുള്ള ഡയലോഗ് പഞ്ചുകൾ മമ്മൂട്ടി, ലാലേട്ടൻ പോലുള്ള ആക്ടേഴ്സ് പറയുന്ന പോലെ ഉണ്ടെന്ന് പലരും പറഞ്ഞിരിക്കുന്നു. ഭയങ്കര തകർപ്പരായിട്ടെന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് പോലെ തോന്നുന്ന ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതിനെപ്പറ്റി അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ എങ്ങനെ താങ്കൾ സ്വീകരിച്ചു? വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. റസാഖ് മട്ടാഞ്ചേരിയുടെ ഒരു പുതിയ ഷോർട്ട് ഫിലിം ഇത്രത്തോളം വിജയിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചു? ട്രോൾ വരും പ്രതീക്ഷിച്ചിരുന്നു? അദ്ദേഹം ഒരു നല്ലൊരു സംവിധായകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിലിം വിജയിക്കുമെന്ന് എനിക്കറിയാം. വിജയിച്ചതിന് നന്ദി. താങ്കളുടെ സീൻസ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണ്. അതിനോട് എന്താ പറയാനുള്ളത്? ഇതെങ്ങനെ സാധിക്കുന്നു? ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാ.